that you're fine at home? നിങ്ങൾ വീട്ടിൽ സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. Are you getting bored at home? നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നുണ്ടോ? Well, today we are here with a new video again. ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. And did you learn all the memory verses and the songs that we taught in the previous videos? കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പഠിപ്പിച്ച മനപ്പാഠ വാക്യങ്ങളും പാട്ടുകളും നിങ്ങൾ പഠിച്ചോ? Did you learn the songs where we teach about the books of the Bible? ഞങ്ങൾ ബൈബിളിനെ പറ്റി പഠിപ്പിച്ച പാട്ടുകളൊക്കെ നിങ്ങൾ പഠിച്ചോ? Well, today in this video we are going to learn new things about the Bible. നമ്മൾ ഈ ക്ലാസ്സിൽ ബൈബിളിനെ പറ്റി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. And we are going to learn new songs. We are going to have a lot of activities. നമ്മൾ പുതിയ പാട്ടുകളും കുറേ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്തിട്ടുണ്ട്. So let's pray. So I ask you kids to close your eyes and join your hands, and Esther Chichi is going to pray for you. Oh God Jesus, we thank you for this day. We thank you, oh God, for the opportunity that we are able to teach Sunday school online. We pray for all the kids who will be watching this video, and we pray that you give them wisdom to understand and learn, oh God Jesus. We pray that it will be a blessing to the children and that they will understand, oh God Jesus. We commit this session into your hands and all the teachers who are taking classes, in the mighty name of Jesus. Amen. Amen. So kids, so Marianti is ready for the next class. Are you all ready? കൂട്ടുകാരെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായി മരിയാൻറ്റി എത്തിയിരിക്കുകയാണ്. നിങ്ങൾ റെഡിയാണോ? So let's go. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Praise the Lord. Hello children. Last Sunday what did we learn? Do you all remember? Yes, we learned that Bible is everybody's book. എല്ലാവരുടെയും പുസ്തകമാണ് ബൈബിൾ എന്നാണ് നമ്മൾ കഴിഞ്ഞ സൺഡേ പഠിച്ചത്. ഈ സൺഡേ നമ്മൾ എന്താ പഠിക്കാൻ വേണ്ടി പോണേ നിങ്ങൾക്ക് അറിയോ? Are you ready? So this Sunday we are going to learn why is it important to read and study Bible every day. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നതിന്റെയും പഠിക്കുന്നതിന്റെയും പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോണത്. Okay children, let's start. So my dear children, the Bible is the word of God. ദൈവത്തിന്റെ വാക്കാണ് ബൈബിൾ. വാക്കെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സംസാരിക്കൂലേ, നമ്മുടെ അടുത്ത് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ പേരൻസ് സംസാരിക്കുന്നതാണ് വാക്ക്. വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ വാക്ക്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെ സംസാരിക്കും? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ബൈബിളിലൂടെയാണ്. ഓക്കെ, മനസ്സിലായോ? ബൈബിൾ എന്തുകൊണ്ടാണ് നമ്മൾ വായിക്കണേന്ന്? പിന്നെ മക്കളെ, ബൈബിൾ എല്ലാവരുടെയും പുസ്തകമാണ്. ഓക്കെ, ദൈവം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ബൈബിൾ നമുക്കൊക്കെ തന്നത്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരോടും സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കണേയാണ്. സ്വർഗത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ആഗ്രഹിക്കണേ നമ്മളോട് എല്ലാവരോടും സംസാരിക്കാൻ. So now you understood why is it important to read Bible every day? Because God wants to talk to us. നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവായി ഏറ്റെടുത്തെങ്കിൽ യേശു ക്രിസ്തു ആഗ്രഹിക്കണേ ഇനിയും യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ. യേശു ക്രിസ്തുവിനെ ഇനിയും നിങ്ങളോട് സംസാരിക്കണം. അത് വെറുതെ സ്റ്റോറി ബുക്സിലൂടെ യേശു ക്രിസ്തു സംസാരിക്കുമോ? നമുക്ക് കൂടുതൽ യേശു ക്രിസ്തുവിനെ അറിയാൻ സ്റ്റോറി ബുക്സോ മാജിക് ഫോട്ടോ നോവൽസോ ഒക്കെ വായിച്ചാൽ മതിയോ? നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് പറയണ്ടേ യേശു ക്രിസ്തുവിനെ കുറിച്ച്? അതിന് നമുക്ക് എവിടുന്ന് കിട്ടുമാ ജ്ഞാനം? ബൈബിൾ വായിക്കുന്നതിലൂടെ. ഓക്കെ ചിൽഡ്രൻ? ബട്ട് ചിൽഡ്രൻ, ചിലവര് പറയും ഞങ്ങൾക്ക് ബൈബിൾ വായിച്ചിട്ട് ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് എന്താ? അവര് ചിലപ്പം ബൈബിൾ ആ രീതിയിലായിരിക്കില്ല വായിക്കുന്നത്. പലവരും പല രീതിയിലാണ് വായിക്കുന്നത്. ചിലവര് കുറച്ച് വായിക്കും, ചിലവര് കുറെ വായിക്കും, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. എല്ലാം അവര് വായിക്കുന്നുണ്ടാവില്ലായിരിക്കും. ഓക്കെ, അതായിരിക്കും അവർക്കത് മനസ്സിലാവാതെ. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ നിങ്ങളുടെ മുന്നിൽ ഞാനിന്ന് 4 സ്പൂണുകൾ കാണിക്കാം. ഓക്കെ, ഹൗ മെനി? 4 സ്പൂണുകൾ. ശ്രദ്ധിച്ച് ഈ സ്പൂണുകളിൽ നോക്കണം കേട്ടോ. ഈ സ്പൂണുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കണം. കണ്ട, ഈ 4 സ്പൂൺ കണ്ട? ബേബി സ്പൂൺ, സ്ലോട്ടഡ് ലാഡൽ, വുഡൻ സ്പൂൺ ആൻഡ് സൂപ്പ് ലാഡൽ. 4 സ്പൂൺ കണ്ട? ഈ 4 സ്പൂണിന്റെ പ്രത്യേകതകൾ നിങ്ങൾ ശരിക്കും കാണണം. ഓക്കെ, ആദ്യം നമുക്ക് ഏത് സ്പൂൺ എടുക്കാം? ഈ കുഞ്ഞു സ്പൂൺ എടുക്കാം. കുഞ്ഞു വാവമാരുടെ സ്പൂണാണിത്. കണ്ട, കുഞ്ഞ് കുറച്ചേ കൊള്ളുള്ളൂ ഇതില്.
വാവമാർക്ക് കുറുക്കൊക്കെ കൊടുക്കൂലേ, ഇങ്ങനെ കുറച്ച് കൊടുക്കൊള്ളണേ. 2 വായ തിന്നുമ്പോഴത്തേനും വാവമാര് പറയും മതി മതി മതി, ഇനി മതി, ഞങ്ങൾക്ക് മതി. പിന്നെ നമ്മൾ ചായയും കാപ്പിയും ഒക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കൂലേ, കുഞ്ഞു സ്പൂൺ. ഓക്കെ, അതേപോലെയാണ് ചിലര് ബൈബിൾ വായിക്കും. മതി, ഞങ്ങൾക്ക് ഇത്രയും വായിച്ചാൽ മതി. മെമ്മറി വേഴ്സ് പറയും, ഞങ്ങൾക്ക് ചെറിയ മെമ്മറി വേഴ്സ് മതി കേട്ടോ മമ്മി, കുറെ മെമ്മറി വേഴ്സ് വേണ്ടാട്ടോ മമ്മി, ചെറിയ വാക്യം ഇന്ന് സൺഡേ ഞങ്ങൾ പോകുമ്പോൾ പഠിക്കുകയുള്ളൂ, ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ സൺഡേ പോകുമ്പോൾ എടുക്കുള്ളൂ, ബൈബിളൊക്കെ സൺഡേ പോകുമ്പോൾ എടുക്കുള്ളൂ. സൺഡേ പോകാനായിട്ട് മെമ്മറി വേഴ്സ് പഠിക്കാനായിട്ട് ബൈബിൾ എടുക്കും, പിന്നെ അത് മതി കുറച്ച് വായിക്കുന്നത്. അങ്ങനെ ചില ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാരാണ് സ്ലോട്ടഡ് ലാഡറിനെ പോലെ. കണ്ട പോൾസ് കണ്ട ഈ സ്പൂൺ നിങ്ങൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് കുറെ കണ്ടിട്ടുണ്ട്. മമ്മി ഇതുകൊണ്ടല്ലേ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തന്നെ, അല്ലെ? സ്നാക്സ് ഇങ്ങനെ ഉണ്ടാക്കി തരും അല്ലെ? ഇതുകൊണ്ട് സൂപ്പ് കോരാൻ പറ്റും. സൂപ്പ് കോരി കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ പോകും. കിട്ടിയ എന്തെങ്കിലും സൂപ്പ് നമ്മുടെ ബൗളിലേക്ക് സൂപ്പ് എന്തെങ്കിലും വന്നോ? ഇല്ല, ഒന്നും വന്നില്ല. ചിലര് ഈ വുഡൻ സ്പൂണിനെ പോലെ. ഈ വുഡൻ സ്പൂൺ എന്തിനാ നമ്മൾ യൂസ് ചെയ്യണത്? കറി മിക്സ് ചെയ്യാൻ, എന്തെങ്കിലും കറികളോ ഡിഷസ് ഒക്കെ മിക്സ് ചെയ്യാൻ. ചിലർ ഈ വുഡൻ സ്പൂണിനെ പോലെ ബൈബിളിലെ ചില കാര്യങ്ങൾ എടുക്കുള്ളൂ. അത് വേണ്ട, ഇത് മതി. ചില കാര്യങ്ങൾ ചെയ്യാം, ചില കാര്യങ്ങൾ ചെയ്യില്ല. ലാസ്റ്റ് സ്പൂണാണ് സൂപ്പ് ലാഡർ. ഈ സ്പൂൺ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഈ സൂപ്പിന്റെ ഷേപ്പ് നോക്കണം. കണ്ടോ എന്തോരം കുഴിയുണ്ടെന്ന് നോക്കിക്കേ. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലെ മമ്മിനോട് ചോദിക്കണം, സൂപ്പ് ലാഡർ ഉണ്ടോ, ഇങ്ങനെ കുഴിയുള്ള സൂപ്പ് സ്പൂൺ ഉണ്ടോ എന്ന് ചോദിക്കണം. എന്നിട്ട് നിങ്ങളത് നോക്കണം. എന്നിട്ട് നിങ്ങളൊരു കറിയോ സൂപ്പോ സാമ്പാറോ ഒക്കെ നിങ്ങൾ ഇങ്ങനെ കോരി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഈ സ്പൂൺ കണ്ടോ, ഇതിൽ നിന്ന് നമുക്ക് കുറെ സൂപ്പ് എടുത്തിട്ട് നമ്മുടെ ബൗളിലേക്ക് ഒഴിക്കാം. കുറെ ഇങ്ങനെ ഒഴിക്കാം. കണ്ട, അപ്പൊ നമുക്ക് എന്താ കുറെ എടുക്കാം, കുറെ ഒഴിക്കാം. അതുപോലെയാണ് മക്കളെ ചിലര്. അവര് ഇരുന്നിട്ട് ആഴത്തില് ബൈബിൾ ശ്രദ്ധിച്ചു വായിച്ചിട്ട് അവരുടെ ഹൃദയത്തിൽ ആ വായിക്കുന്നതെല്ലാം ഹൃദയത്തിൽ കൂട്ടിവെക്കും. ബിക്കോസ് അവർക്ക് യേശുവിനെ കുറിച്ച് പറയണം, അവരുടെ ഫ്രണ്ട്സിനോട് യേശുവിനെ കുറിച്ച് പറയണം. അപ്പൊ നമ്മളും അങ്ങനെ ആവണ്ടേ? യേശുവിനെ കുറിച്ച് നമ്മള് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ബൈബിൾ ഈ സ്പൂണിനെ പോലെ ആഴത്തില് വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ ശേഖരിക്കണം. മനസ്സിലായോ? ശ്രദ്ധിച്ചു വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ ശേഖരിച്ച് നമ്മൾ അതെല്ലാം പഠിക്കണം. ബിക്കോസ് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാ. ദൈവത്തെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി നമ്മൾ ബൈബിൾ വായിക്കണം. ദൈവത്തിന്റെ പുസ്തകം ബൈബിളിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. 2 പത്രോസ് 3:8 ദൈവം എന്താ എഴുതിയേക്കണേന്നറിയോ? ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ജ്ഞാനത്തിലും കൃപയിലും വളരുവാനാ ദൈവം പറയുന്നത്. അതെങ്ങനെ വളരാൻ പറ്റും? ജ്ഞാനത്തിൽ എങ്ങനെ വളരാൻ പറ്റും? ബൈബിൾ വായിക്കുന്നതിലൂടെ. മനസ്സിലായ മക്കളെ? ബൈബിൾ വായിക്കുന്നതിലൂടെ നമുക്ക് ജ്ഞാനത്തിൽ വളരാൻ പറ്റുന്നത്. അതിന് മക്കളെ ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യാണ്. നിങ്ങൾ ബൈബിൾ വായിക്കണം നല്ലോണം. ഈ സ്പൂണിനെ പോലെ, ഈ സൂപ്പ് ലാഡിനെ പോലെ ആഴത്തിൽ വായിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ കൂട്ടിവെക്കണം. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് സ്കൂളിലെ കാര്യങ്ങളും ആക്ടിവിറ്റീസ് കുറെ ഒന്നും ചെയ്യണ്ട. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ബൈബിൾ എടുത്ത് വായിച്ച് കൂട്ടിവെക്കണം. ഈ ലോക്ക്ഡൌൺ ഒക്കെ തുറക്കുമ്പോഴത്തേനും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം, ഞങ്ങൾ യേശുവിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, ഞങ്ങൾ യേശുവിനെ കുറിച്ച് ഇതറിഞ്ഞു, യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം ഞങ്ങൾ ഇതൊക്കെ പഠിച്ചു നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം. വെറുതെ പറ്റുമോ? അത് ഇല്ല. You read Bible, you can know more about the Lord Jesus Christ. Okay, children? So you should read Bible, and I pray for you that the God will bless you, help you to read Bible. May God bless you, my dear children. ഇനി നമുക്ക് ഒരു മെമ്മറി വേർഡ്സ് പഠിക്കാം. Grow in grace and knowledge of our Lord and Savior Jesus Christ. 2 Peter 3:18. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവിൻ. 2 പത്രോസ് 3:18. ഇനി നമുക്ക് ഒരു പാട്ട് പഠിക്കാം. കേട്ടോ കൂട്ടുകാരെ? The best book to read is the Bible. The best book to read is the Bible. If you read it every day, it will take
best book to read is the Bible. വായിക്കാൻ ശ്രേഷ്ഠ ഗ്രന്ഥം ബൈബിൾ, വായിക്കാൻ ശ്രേഷ്ഠ ഗ്രന്ഥം ബൈബിൾ. അനുദിനം നാം വായിക്കുമ്പോൾ സ്വർഗ്ഗ വഴി കാട്ടിടുമോ. വായിക്കാൻ ശ്രേഷ്ഠ ഗ്രന്ഥം ബൈബിൾ. दुनिया की सबसे अच्छी पुस्तक बाइबल, दुनिया की सबसे अच्छी पुस्तक बाइबल. जो हर दिन इसे पढ़ते हैं स्वर्ग का मार्ग सिखाता है. ओ दुनिया की सबसे अच्छी पुस्तक बाइबल. The best book to read is the Bible. The best book to read is the Bible. If you read it every day, it will teach the heavenly way. Oh, the best book to read is the Bible. The best book to read is the Bible. സ്റ്റോറി ടൈം വന്നല്ലോ കൂട്ടുകാരെ. ഹായ് കൂട്ടുകാരെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞി കഥ പറഞ്ഞുതരാൻ പോവാണ്. അപ്പൊ ഒരിക്കൽ ഒരു കപ്പലില് കുറച്ച് ആൾക്കാർ യാത്ര ചെയ്യായിരുന്നു. അവർ ഭയങ്കര സന്തോഷത്തോടെ തിന്നും കുടിച്ചും ഡാൻസ് കളിച്ചും പാട്ടുപാടി സംസാരിച്ച് ഭയങ്കര സന്തോഷത്തോടെ യാത്ര ചെയ്യായിരുന്നു. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെയൊക്കെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റിയെന്നറിയോ? പെട്ടെന്നൊരു കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റ്, ഇടിമിന്നല്, ഇടിവെട്ട്, എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മഴ. അങ്ങനെയൊക്കെ ഉണ്ടായപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കപ്പലിന് തകരാറായി. അപ്പൊ കപ്പല് മുങ്ങി തുടങ്ങി. അപ്പൊ ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടി. അയ്യോ, ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു എന്നറിയോ? രക്ഷപ്പെടാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ലൈഫ് ബോട്ടിൽ അവർ കയറി. എന്നിട്ട് അവരവരുടെ യാത്ര തുടങ്ങി. അവർ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? അവർക്ക് അറിയായിരുന്നു അവരുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 3000 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ദ്വീപ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോ അവരവിടേക്ക് യാത്ര തുടങ്ങി. അപ്പൊ കൂട്ടുകാരെ, അവർ കുറേ യാത്ര സഞ്ചരിച്ച് തുഴഞ്ഞ് കുറേ ആഴ്ചകൾ കഴിഞ്ഞിട്ട് അവർ ആ ദ്വീപിലേക്ക് എത്തി. അപ്പൊ കൂട്ടുകാർക്ക് തോന്നണ്ടാവും, വെള്ളം നിറച്ചു അവരുടെ ചുറ്റുണ്ടായിട്ടും അവരെങ്ങനെ കറക്റ്റായിട്ട് ആ ദ്വീപിലേക്ക് എത്തിയെന്ന്. അല്ലേ? കൂട്ടുകാർക്ക് തോന്നിയില്ലേ? എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ ഈ കോമ്പസ് കൊണ്ടാണ് അവർ എത്തിയത്. ഓക്കെ, അപ്പോ ഇനി ലീന ആൻറ്റി നിങ്ങൾക്ക് കോമ്പസിനെ പറ്റി കൂടുതൽ പറഞ്ഞു തരും. എങ്ങനെയാണ് കോമ്പസ് നമ്മളെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞു തരും. അപ്പൊ കൂട്ടുകാർ കേട്ടോളൂ. Hello children, hope you all are doing well and you all are safe at home. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ വീട്ടിലായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. During this COVID-19 time, I hope you all are staying at home because that's the only way we can fight corona. ഈ COVID-19 ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ കോവിഡിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത്. വീട്ടിലിരിക്കുക എന്നുള്ളത് മാത്രമാണ്. So children, strong boys and strong girls will stay at home to fight corona. Okay? നല്ല ധൈര്യമുള്ള ശക്തരായ കൂട്ടുകാരെല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഈ കോവിഡിനെ എതിരെ പോരാടണം. Okay, we've been studying about the Bible. നമ്മൾ ഇന്ന് ബൈബിളിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. Do you know what is this symbol stand for? ഈ ഒരു സിംബൽ എന്താണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? Yeah, that's right. Google Map. ഇത് ഗൂഗിൾ മാപ്പ് ആണ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. Yes, why do we use this? എന്തിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? Have you seen your parents use this Google Map? നിങ്ങളുടെ മാതാപിതാക്കളില് ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? When do we use this? എപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാറ്? Yeah, that's right. When we don't know the way, when we are not sure about the way, when you're going to a new place, that's when we use Google Map. അത് നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വഴി നിശ്ചയമില്ലാതെ വരുമ്പോഴാണ്
നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നത്. Yes, and this Google Map will direct us, will show us the right direction, will show us the way to take. Whether we have to take right turn or we have to take the left turn, the Google Map will direct us. ഈ ഗൂഗിൾ മാപ്പാണ് നമ്മൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ഗൂഗിൾ മാപ്പില് നമ്മൾക്ക് വലത്തോട്ട് തിരിയണോ ഇടത്തോട്ട് തിരിയണോ എന്നുള്ളതെല്ലാം ഗൂഗിൾ മാപ്പ് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. People, now we have Google Map, but people earlier, what they used to use? ഈ പണ്ട് ഇപ്പോഴാണ് ഈ ഗൂഗിൾ മാപ്പ് എല്ലാം നമ്മളെ സഹായിക്കുന്നത്. നിങ്ങൾക്കറിയാമോ പണ്ട് എങ്ങനെയായിരുന്നു ഈ ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ആളുകൾ എന്താ ഉപയോഗിച്ചിരുന്നത്? What's this, children? ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? Yeah, it's a magnetic compass. ഇത് ഒരു വടക്ക് നോക്കി യന്ത്രമാണ്. It shows us whether we are in, whether we are in the which direction, north, south, you have east, west. അത് നമുക്ക് വടക്കോട്ടാണോ കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ തെക്കോട്ടാണോ നമുക്ക് പോകേണ്ടത് ആ ഡയറക്ഷൻ കാണിച്ചു തരുന്നത് ഈ വടക്ക് നോക്കി യന്ത്രമായിരുന്നു. Sailors use this compass to see the direction and to direct them. സമുദ്ര സഞ്ചാരികള് ഈ വടക്ക് നോക്കി യന്ത്രം വെച്ചിട്ടാണ് അവര് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. In the deep sea, it's so difficult for the sailors to know where is north. Everything looks same. Where is north? Where is south? It is so difficult. But with this magnetic compass, it is so easy to to navigate through the sea and reach the place. വലിയ സമുദ്രത്തിലൂടെ പോകുമ്പോൾ ദിശ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവര് ഇത് ഉപയോഗിക്കും, വടക്ക് നോക്കി യന്ത്രം ഉപയോഗിക്കുമ്പോഴാണ് ഏതാണ് വടക്ക് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അവർക്ക് ആ സമുദ്രത്തിലേക്ക് ഇങ്ങനെ ആ സമുദ്രത്തിന്റെ ദൂരങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ അവർക്ക് പോകുവാനായിട്ട് കഴിയും. So children, this magnetic compass and the Google Map, they help us to direct our gives us direction when we travel. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഗൂഗിൾ മാപ്പും ഈ വടക്ക് നോക്കി യന്ത്രവും യാത്രയ്ക്ക് നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. Don't you think in our lives, if we had a Google Map or if we had a magnetic compass, it would be so easy for us to decide what to do, whether this is right or this is wrong? Don't you think so? നമ്മുടെ ജീവിതത്തിൽ ഈ മാഗ്നറ്റിക് ഈ വടക്ക് നോക്കി യന്ത്രവും അല്ലെങ്കിൽ ഈ ഗൂഗിൾ മാപ്പും ഒക്കെ ഉള്ളതുപോലെ നമ്മൾ എന്ത് തീരുമാനിക്കണം എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള സഹായിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Yes, God knows it. God knows that we need help to live in this world. So He has given us a Google Map. He has given us a magnetic compass. Do you know what it is? നിങ്ങൾക്കറിയാമോ ഈ ദൈവവും നമ്മുടെ അവസ്ഥയൊക്കെ അറിഞ്ഞ് നമുക്കത് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് ദൈവവും നമുക്ക് വേണ്ടി ഇങ്ങനെ ഈ ഗൂഗിൾ മാപ്പ് പോലെ അല്ലെങ്കിൽ വടക്ക് നോക്കി യന്ത്രം പോലെ ഒരു കാര്യം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. Yes, you know it. അതേതാണെന്നറിയാമോ? Bible. അത് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളാണ്. Yes, Bible is for us like a Google Map. It will direct our lives to reach what's the destination? Heaven. Yeah, to reach heaven, this Bible will direct our lives. ഈ ബൈബിള് അതൊരു ഗൂഗിൾ മാപ്പ് പോലെ അല്ലെങ്കിൽ വടക്ക് നോക്കി യന്ത്രം പോലെ നമ്മൾ എവിടേക്കാണോ എത്തിച്ചേരേണ്ടത് അവിടേക്ക് നമ്മളെ എത്തിക്കാനായിട്ടുള്ള നമുക്ക് എവിടെ എത്തേണ്ടത്? നമുക്ക് എത്തേണ്ടത് സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തിൽ എത്തേണ്ടതിനുള്ള വഴികളെയെല്ലാം കാണിച്ചു തരുന്നത് ഈ ബൈബിളാണ്. This Bible will tell us what to do and what not to do. ഈ ബൈബിള് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളോട് പറയുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. The Bible tells us what is right and what is wrong. എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും ഈ ബൈബിളാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. If you want to begin this journey with Jesus, you must accept Jesus into your heart as your Savior and Lord. ഈ യാത്രയിൽ നമുക്ക് യേശുവിനെ ആവശ്യമുണ്ട്. യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. Pray that Jesus will come into your heart and He will come into your heart. കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. He loves you so much. അവൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. He cares for you. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. And He wants to talk to you. അവൻ നമ്മളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. And He will talk to you through the Bible. ദൈവം നമ്മളോട് ദൈവവചനമായ ബൈബിളിലൂടെ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. I pray that God will help you to do that. ദൈവം നിങ്ങളെ അതിന് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. God bless you children and stay safe at home. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ എല്ലാവരും വീട്ടില് സുരക്ഷിതമായിട്ടിരിക്കണം. ഇനി നമുക്കൊരു മെമ്മറി വേഴ്സ് പഠിച്ചാലോ?
വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. സങ്കീർത്തനം 119:105. ദൈവം തന്ന നിധിയാണു വചനം, ദൈവത്തിന്റെ വചനമാണു ബൈബിൾ. ദൈവം തന്ന നിധിയാണു വചനം, ദൈവത്തിന്റെ വചനമാണു ബൈബിൾ. കേൾക്കാനേറെ കഥയുണ്ട്, ഓർക്കാനേറെ പാഠമുണ്ട്. കേൾക്കാനേറെ കഥയുണ്ട്, ഓർക്കാനേറെ പാഠമുണ്ട്. എന്നെ മെനഞ്ഞ ദൈവത്തിന്റെ സ്നേഹമെത്ര അനുപമം. എന്നെ മെനഞ്ഞ ദൈവത്തിന്റെ സ്നേഹമെത്ര അനുപമം. ഉന്നതനാം ദൈവത്തിന്റെ ഉപഹാരം, ഉന്നതനാം ദൈവത്തിന്റെ ഉപഹാരം. The Bible is a treasure that God has given me. It holds so many stories for me to hear and see. It tells me that God made me and shows His great love. The Bible is a treasure, a gift from God above. And so beautiful. It's ഭംഗിയാണ് കാണാൻ. Hi. നമുക്ക് എല്ലാവർക്കും കണ്ണാടി എന്താന്നറിയാലേ? All of us know what a mirror is. നമ്മള് കണ്ണാടി നോക്കുമ്പോ എന്താ കാണുന്നത്? നമ്മുടെ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെയാ കാണുന്നത്, അല്ലേ? What do we see when we look in a mirror? We see our face, we see whatever we have outside. നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ചെളി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണാടി നോക്കി ശരിയായിട്ട് വൃത്തിയാക്കാം, അല്ലെ? കുഞ്ഞുങ്ങള് നമ്മളെ കാണിച്ചില്ലേ അതുപോലെ. Just as we saw in the video before, if there's some dirt on our face, we see it in a mirror and we can clean it. നമുക്ക് മറ്റൊരു കണ്ണാടിയെ പറ്റി പഠിക്കാം. Let's learn about another mirror. ആരോ ഉണ്ടല്ലോ. ആരേത്? രൂപം കൊച്ചോ? നീ എന്തോ ഒപ്പിക്കുകയാണല്ലോ. എന്താ നിന്റെ കയ്യില്? ഇതെന്താ? കണ്ണാടിയോ? അമ്മ നോക്കട്ടെ. ഇത് ബൈബിൾ അല്ലേ മോനെ? അല്ലേ? യാക്കോബ് 1:23 നോക്കട്ടെ. ഈ കണ്ണാടി നമ്മളെ കാണിച്ചു തരുന്നത് നമ്മുടെ പുറമേ ഉള്ള രൂപമാണ്. Well, this mirror shows what from the outside. പക്ഷെ മറ്റൊരു കണ്ണാടി ഉണ്ട്. ഇത് നമ്മളുടെ ഉള്ളെങ്ങനെയാന്ന് നമ്മളെ കാണിച്ചു തരും. അതാണ് ബൈബിൾ. Well, there's another mirror. It's called the Bible and shows what from the inside. നമുക്കതൊന്ന് തുറന്ന് വായിച്ചു നോക്കാം. Let's open and see what's written. Oh, it says that I'm a sinner and my sin separates me from God. ഇതിൽ പറയുന്നു ഞാനൊരു പാപിയാണ്, പാപങ്ങൾ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നാ പറയുന്നത്. It also says I cannot clean myself. എനിക്ക് എന്നെ തന്നെ ശുദ്ധീകരിക്കാനുള്ള കഴിവില്ല എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഷെടാ, നമ്മൾ ഡെസ്പടിച്ചു പോവില്ലേ ഇതൊക്കെ കേട്ടാല്? Oh, won't we get discouraged after reading this? നമുക്ക് ബൈബിൾ കുറച്ചുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. Let's see if there's something else. Oh, it's written there's someone who can clean me. എന്നെ ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരാളുണ്ടെന്നാ പറയുന്നത്. The Bible tells me that Jesus Christ came to the world to save sinners. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് എന്റെ പാപങ്ങളെ നിന്ന് എന്നെ രക്ഷിക്കാനാണ് വന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. The Bible also tells me that if I ask him to save me and clean me, he will. നമ്മൾ യേശുവിനോട് ചോദിച്ചാൽ യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. Oh, it's written that
when I look in the mirror again, I am clean in God's hands. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മള് ബൈബിളില് യേശുവില് വിശ്വസിച്ച് യേശു നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബൈബിൾ എന്ന കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയം ശുദ്ധമായിട്ടാണ് കാണുന്നത്. Because the Bible says that when I repent of all my sins, they are blotted out forever. ഞാൻ എന്റെ പാപങ്ങളെ പറ്റി അനുദപിച്ചാൽ ആ പാപങ്ങളെല്ലാം ദൈവം തൂത്ത് തുടച്ചു കളയും എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആ കള്ളാലേ, അങ്ങനെ നമ്മൾക്ക് ബൈബിളിൽ നിന്ന് എത്ര നല്ല കാര്യങ്ങളാണ് മനസ്സിലാവുന്നത് നമ്മളെ പറ്റി, അല്ലേ? There's a lot of things that we understand of ourselves, right? നമ്മളിപ്പോ വഴിയിൽ കൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് ആൾക്കാർ നമ്മളെ കാണുമ്പോ അവരെന്താ കാണുന്നേ? നമ്മള് ഒരുങ്ങിയിട്ടുണ്ടോ, നമ്മള് ഭംഗിയായിട്ടുണ്ടോ, നമ്മള് വൃത്തിയായിട്ടിരിക്കുകയാണോ, ഇതൊക്കെയല്ലേ മറ്റുള്ളവര് കാണുന്നത്. Suppose we're walking outside and the people watching us, don't they look at us? Don't they see what we're wearing, what we look like, how we walk and all? പുറമേയുള്ള കാര്യങ്ങളാണ് അവര് കാണുന്നത്, അല്ലേ? They're seeing what we wear on the outside. പക്ഷെ വേറൊരാള് നമ്മളെ നോക്കുന്നുണ്ട്. There's also one person watching you. അത് ദൈവമാണ്. That's God. ദൈവം പക്ഷെ നമ്മളെ പുറമേയുള്ളൊന്നും അല്ല നോക്കുന്നത് കേട്ടോ. ഒരുങ്ങിയിട്ടുണ്ടോ, നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്, ഇതൊന്നുമല്ല നമ്മളെ നോക്കുന്നത് യേശു. But for God, what we see outside is not important for him. It's what is inside. നമ്മുടെ ഉള്ളിലുള്ളതാണ് ദൈവം കാണുന്നത്, നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം കാണുന്നത്. God wants to see our hearts. അങ്ങനെ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ്? നിങ്ങളുടെ ഹൃദയം എങ്ങനെയുള്ളതാണ്? ഒരുപാട് തെറ്റായ ചിന്തകളും തെറ്റായ പ്രവൃത്തികളും ഒക്കെ നിറഞ്ഞതാണോ? അതോ യേശു ക്രിസ്തുവിനാൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമാണോ നിങ്ങളുടേത്? So what's your heart like? Is it pure? Is it clean? Do you have any bad thoughts inside? Or is it full of Jesus? Do you think about Jesus? Your heart full of Christ? എങ്ങനെയാണോ അങ്ങനെയാണ് ദൈവം നിങ്ങളെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണ്, യേശു ക്രിസ്തുവിൽ ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ദൈവം മുമ്പാകെ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്. So if you have Jesus in your heart, you are pure before God and you are clean before Him. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചോ നിങ്ങൾക്ക് ആരുടെ മുമ്പിലാ ബ്യൂട്ടിഫുൾ ആവേണ്ടത്, ആരുടെ മുമ്പിലാ ഭംഗിയാവേണ്ടത്? ദൈവം മുമ്പാകെയാണോ അതോ ആൾക്കാരുടെ മുമ്പിലാണോ? So who do you want to be beautiful before? God or someone outside? അങ്ങനെ നിങ്ങൾക്ക് ഹൃദയം ആണ് നിങ്ങൾക്ക് ഭംഗിയാക്കേണ്ടത്. യേശു ദൈവത്തിന്റെ മുമ്പിലാണ് ഭംഗിയാവേണ്ടതെങ്കിൽ എല്ലാ ദിവസവും കണ്ണാടി നോക്കണം കേട്ടോ. ഏത് കണ്ണാടിയാ? ഇതല്ല, ഇത്. അപ്പൊ എല്ലാ ദിവസവും ഈ കണ്ണാടിയിൽ നോക്കണം. എല്ലാ ദിവസവും നിങ്ങൾ ബൈബിള് വായിക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾ ദൈവം മുമ്പാകെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളാവും. ഓക്കെ? So if you want to see yourselves, look into this mirror. It's the best mirror that you can get. ബൈ. Bye. ഇനി നമുക്ക് ഒരു മെമ്മറി വേർഡ്സ് പഠിക്കാം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. യാക്കോബ് 1:23. For if anyone is a hearer of the word and not a doer, he is like a man observing his natural face in a mirror. James 1:23. ഹലോ കുട്ടികളെ, പ്രൈസ് ദി ലോർഡ്. നമുക്കിന്ന് 2 ആക്ടിവിറ്റി ചെയ്യാനുള്ളത്. നമ്മളിന്ന് പഠിച്ചത് ബൈബിൾ ഒരു കോമ്പസ് എന്ന പോലെ നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, നമുക്കൊരു വഴികാട്ടിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ബൈബിൾ ഒരു മിറർ, ഒരു കണ്ണാടി എന്ന പോലെ നമ്മളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഈ 2 കാര്യങ്ങളല്ലേ ഇന്ന് നമ്മൾ പഠിച്ചത്. അതിനെക്കുറിച്ച് നമുക്കിന്നൊരു ആക്ടിവിറ്റി, 2 ആക്ടിവിറ്റീസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഇവിടെ നമ്മളൊരു കോമ്പസിൻ്റെ ഒരു പിക്ചർ റഫായിട്ട് വരച്ചിട്ടുണ്ട്, ഈ സർക്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് പോകാനുള്ള റൈറ്റ് ഡയറക്ഷനാണിത്, ജീസസ്. നമ്മുടെ ജീവിതയാത്രയിലെ നമ്മൾ പലപ്പോഴും പല തെറ്റായ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഫിയർ, ഭയം, സിൻ, പാപം, സോറോ, സങ്കടം, എൻമിറ്റി, ശത്രുത, ടെംപ്റ്റേഷൻ, പ്രലോഭനം, പ്രൈഡ്, അഹങ്കാരം, ഗ്രീഡ്, അത്യാഗ്രഹം. ഇങ്ങനെ ചില തെറ്റായ പോകാൻ സാധ്യതയുള്ള ചില അവസ്ഥകളാണിതെല്ലാം. അപ്പം ബൈബിൾ നമ്മളെ ഓരോരുത്തരെയും ഈ അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഏത് അവസ്ഥയിലാണെന്ന് കാണിച്ചു തരുന്നതാണ് ബൈബിൾ. അതുമാത്രമല്ല, നമുക്ക് ശരിയായ ഡയറക്ഷനിലേക്ക് എങ്ങനെ പോകാമെന്ന് കൂടി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ അടുത്ത ആക്ടിവിറ്റി ഷീറ്റിൽ ചുവടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്, റെഡ് ആരോ.
ഈ ആരോ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ ആരോ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇതുപോലൊരു ആരോ അതിൽ നമുക്ക് ഒട്ടിച്ച് ചേർക്കണം. അതാണ് നമ്മളായിരിക്കുന്ന അവസ്ഥ കാണിക്കുന്ന ആരോ. ഈ ആരോ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചില വഴികളിലായിരുന്നു, എന്നാൽ ബൈബിൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളിപ്പോൾ ജീസസിൻ്റെ അടുത്തേക്കുള്ള ഡയറക്ഷനിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആരോ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് ചേർക്കാം. ഇതാ ഞാനിവിടെ ഈ ആരോ ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ റൈറ്റ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഇവിടെ മാച്ച് ദ ഫോളോയിങ്. ഇവിടെ 7 വാക്യങ്ങൾ ബൈബിൾ വേഴ്സസ് കൊടുത്തിട്ടുണ്ട്. ഈ വാക്യങ്ങൾ ഓരോന്നും നിങ്ങൾ പാരൻസിൻ്റെ ഹെൽപ്പോടെയോ തനിച്ചോ വായിച്ച് നോക്കി ഇതും നമ്മൾ ഈ തെറ്റിപ്പോയ ഡയറക്ഷൻ്റെ ഈ ഓരോ അവസ്ഥകളായിട്ട് മാച്ച് ചെയ്യുന്ന വാക്യങ്ങൾ, നമ്മളെ ബൈബിൾ കറക്റ്റ് ചെയ്യുന്ന തിരുത്തുന്ന വാക്യങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവിടെ മാച്ച് ചെയ്യണം. മാച്ച് ഫോളോയിങ് നിങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ, അറിയുന്ന കുട്ടികളല്ലേ. അപ്പോൾ മാച്ച് ചെയ്തതിന് ശേഷം ഈ വാക്യങ്ങളുടെ റെഫറൻസ് ഓരോന്നും ഇതിലേത് കോളത്തിലേക്കാണോ യോജിക്കുന്നത് എന്ന് നോക്കിയിട്ട് അത് അവിടെ എഴുതി ചേർക്കണം. ഇവിടെ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, 1 John 2:15-17 വേഴ്സസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ ബൈബിൾ റെഫറൻസസ് ഓരോന്നും എഴുതി. രണ്ടാമത്തെ ആക്ടിവിറ്റി ബൈബിൾ ഒരു കണ്ണാടി എന്ന പോലെ നമ്മൾ ഓരോരുത്തരെയും എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിന്ന് പഠിച്ചു ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മെ തന്നെ നമ്മുടെ അവസ്ഥ തന്നെ നമ്മൾ തിരിച്ചറിയുക. നമ്മളിപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു എന്ന് നമ്മൾ കാണാം. ഒരു മുഖം നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖത്തിലുള്ളത് എന്തൊക്കെയാണെന്ന് നമ്മൾ കാണുന്ന പോലെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾ നമ്മൾ തിരിച്ചറിയുന്നു. മാത്രമല്ല നമ്മൾ ഏതെങ്കിലും അവസ്ഥയിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെ അതിൽ നിന്ന് തിരിച്ചു വരാം, നമ്മൾ യഥാർത്ഥ ഡയറക്ഷനിലേക്ക് യേശുവിലേക്ക് എങ്ങനെ പോകാമെന്ന് കൂടി ബൈബിൾ നമ്മളെ കാണിച്ചു തരുന്നു. അങ്ങനെ ബൈബിൾ ചെയ്യുന്ന 2 കാര്യങ്ങളെ നമ്മൾക്ക് ഓർമ്മപ്പെടുത്താനായിട്ട് നമ്മൾ ഇതുപോലൊരു ബുക്ക് മാർക്കാണ് ഉണ്ടാക്കുന്നത്. 2 വശങ്ങളിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് മാർക്ക്. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കുകയും ചെയ്യാം. ഈ ആക്ടിവിറ്റി ഷീറ്റിലേക്ക് നമുക്ക് നോക്കാം. ഈ ആക്ടിവിറ്റി ഷീറ്റിൽ നമുക്ക് 2 ഒരേപോലത്തെ 2 പിക്ചേഴ്സാണുള്ളത്. ഇത് 2 നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു ചാർട്ട് പേപ്പറിൽ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. വരച്ചെടുക്കാം. ഒരു ഓവൽ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ വരച്ച് കണ്ണാടിയും വരയ്ക്കാം. ഈ വശത്ത് എഴുതിയിരിക്കുന്നത് ബൈബിൾ ആസ് എ മിറർ ഷോസ് മീ ഹൂ ഐ ആം റിയലി ലൈക്ക്. ബൈബിൾ ഒരു കണ്ണാടി എന്ന പോലെ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്ക് കാണിച്ചു തരുന്നു. ഇനി മറ്റേ വശത്ത് ഇവിടെ നമ്മൾ ജീസസിന് എഴുതിയ ഈ വശത്ത് ബൈബിൾ ഷോസ് മീ വാട്ട് ഐ ഷുഡ് ഡു ടു ബി ലൈക്ക് ജീസസ്. യേശുവിനെ പോലെ ആവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നുകൂടി ബൈബിൾ എനിക്ക് കാണിച്ചു തരുന്നു. ഇങ്ങനെ ഈ 2 വശങ്ങളും നമ്മൾ വരച്ച് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്യങ്ങൾ അതിൻ്റെ ചുവടെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ഞാനിവിടെ എഫേസ്യൻസ് 2:10 1 യോഹന്നാൻ 2:6 എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്യങ്ങൾ അടിയിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ഇനി ഇത് 2ഉം കട്ട് ചെയ്തെടുക്കണം. വരച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ഇത് 2ഉം കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ബാക്ക് വശങ്ങൾ പുറകു വശങ്ങൾ 2ഉം കൂടി ഇതുപോലെ ചേർത്ത് ഒട്ടിക്കണം. അപ്പോൾ ഈ പ്രിൻ്റ് ചെയ്ത 2 വശങ്ങൾ നമുക്ക് ഇങ്ങനെ ഇരിക്കും. 2ഉം ചേർത്ത് ഒട്ടിക്കണം. ഈ ചേർത്ത് ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ചിത്രം വേണമെങ്കിൽ കളർ ചെയ്യാം. കളർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. ഞാനിവിടെ കളർ ചെയ്തിട്ടുണ്ട്. ഇതിനായിട്ടും നല്ല ഇഷ്ടമുള്ള നിങ്ങൾക്ക് കളേഴ്സ് ചേർക്കാം. അങ്ങനെ കളർ ചെയ്ത് ഇത് 2 പേറും ഇതുപോലെ സ്റ്റിക്ക് ചെയ്താൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ബുക്ക് മാർക്ക് നമുക്ക് റെഡിയാക്കാം. മാത്രമല്ല ഇവിടെ മീ എന്ന് എഴുതിയ സ്ഥാനത്ത് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഒട്ടിച്ച് വയ്ക്കും. അപ്പോൾ നിങ്ങളുടെ ബൈബിളിൽ ഈ ബുക്ക് മാർക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ആരുടെ ബൈബിളാണെന്ന് ഇനി ആരും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോട്ടോ അതിൽ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഈ 2 ആക്ടിവിറ്റി ഷീറ്റിലൂടെ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? ബൈബിൾ ഒരു കോമ്പസ് എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെങ്ങനെ വഴി കാണിച്ചു തരുന്നു, നമ്മൾ തെറ്റിപ്പോയ ഡയറക്ഷനിൽ നിന്നൊക്കെ നമ്മളെ തിരിച്ച് യേശുവിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നു നമ്മളെ ഇന്ന് പഠിപ്പിച്ചു. അടുത്ത ആക്ടിവിറ്റി നമ്മൾ ബൈബിൾ ഒരു കണ്ണാടി എന്ന പോലെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കാണിച്ചു തരികയും യേശുവിൻ്റെ മുഖം പോലെ യേശുവിനെ പോലെ തേജസ്സുള്ളവരാവാൻ നമ്മളെങ്ങനെ സാധിക്കുമെന്നും കൂടി നമ്മളെ പഠിപ്പിച്ചു തരുന്നു. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ പേരും വയസ്സും വാട്സാപ്പ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ഷീറ്റ്സിൻ്റെ കോപ്പീസ് ഞങ്ങൾ അയച്ചു തരാം. മാത്രമല്ല അത് നിങ്ങൾ പഠിച്ച് അത് ആക്ടിവിറ്റി ചെയ്ത് അതിൻ്റെ പിക്ചേഴ്സൊക്കെ വാട്സാപ്പ് ചെയ്ത് അയച്ചു തരണം. ഓക്കെ,
So see you next time. Bye. Hi kids, ഹായ് കൂട്ടുകാരെ, we're back again. ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. Did you like the class? ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? Did you like the memory verse, the songs and the activities? ഇന്നത്തെ പാട്ടും മനപ്പാഠവാക്യം ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടായോ? Well, we have a number in the description box below. ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. So if you contact us by giving your name and age, we'll send you all the activities and the songs. നിങ്ങൾ ആ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും വയസ്സും അയച്ചു തന്നാൽ ഞങ്ങൾ ആക്ടിവിറ്റീസും പാട്ടുകളും ഒക്കെ അയച്ചു തരുന്നതായിരിക്കും. Well, if you like this video, like, share and subscribe. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And tap on the bell icon. ബെൽ ഐക്കൺ അമർത്തുക. So whenever you put out a new video, you will get a notification. അപ്പോൾ ഇനി ഞങ്ങളൊരു പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. So we hope that you'll enjoy the upcoming videos. അപ്പോൾ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. So see you in the next class. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.